Now she has got a problem of the language. So ഒരു നമ്മൾ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്ന ഭയങ്കരമാണ്. സോ ഷീ ഡസൻ ഹാവ് ദ കൈൻഡ് ഓഫ് ഒരു ഫ്ലുവൻസി ഇല്ല. സോ നോർമലി ആക്ടേഴ്സിന് ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു ആക്ടേഴ്സ് when they are not very fluent with the language. They'll stick on to that line. So I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ അതല്ല, സ്ലോലി ഇറ്റ്സ് എ പ്രാക്ടീസ്. അപ്പോൾ അതിൽ ഒരു നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ, ഞാൻ ചെയ്തു എന്നല്ല, അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻഡക്റ്റീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. സംടൈംസ് യു വിൽ ഗെറ്റ് നാച്ചുറലി ഓർ യു ക്യാൻ കൾട്ടിവേറ്റ് ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. അത് ദാറ്റ് ഈസ് ദെയർ ഇൻ്റലിജൻസ്. ബട്ട് ഐ തിങ്ക് ആസ് ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻഡക്റ്റീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹെർ ഓൺ ഇൻ ഹെർ ഓൺ വേ. അതൊരു ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അസോസിയേഷൻ വാച്ചിങ് മൂവീസ് ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നത് പോരെ